ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉച്ചരിക്കാൻ ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ പോകുമ്പോ നമ്മളിപ്പോ തമ്മിൽ തർക്കം കൂടി പോകരുത്. കാരണം എന്താ അറിയോ, നമ്മൾ പണ്ടുണ്ടായ ഒരാളെ ഒരു ബസ്സിൽ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുക, 100 ആൾക്കാരെ ബസ്സിൽ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുക. എത്ര ആൾക്കാരെ? 100 ആളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ ബസ്സിൽ പൊരിഞ്ഞ അടി എന്തിനാ അറിയോ? സൈഡിലെ സീറ്റിലിരിക്കാനേ. എന്ത് സൈഡോടോ? പിന്നെ 2 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഒന്നാകെ മജത്താൻ പോവുക. അപ്പൊ പിന്നെ എന്ത് സൈഡാണ് അവിടെ? ഇവിടെ നമ്മൾ സുന്നിയായും മുജാഹിദായും, സുന്നി ഗ്രൂപ്പായും മുജാഹിദ് ഗ്രൂപ്പായും തമ്മിൽ തർക്കിച്ചാൽ നമ്മളെ കൊട്ടി തൊള്ളയിലിടാൻ CPM-നും BJP-ക്കും വളരെ എളുപ്പമാണ്. പാദസാം നിജയം വാർന്നൊലിഞ്ഞിടവു സേതു ബന്ധന ഉദ്യോഗമെന്തടോ. വെള്ളം മുഴുവൻ വാർന്നു പോയ ശേഷം പിന്നെ ചിറകെട്ടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല മക്കളെ. സുന്നി വേണം, സുന്നിയുടെ ചെടികളും നടണം. മുജാഹിദ് വേണം, അവരെ ചെടികൾ നടണം. സമസ്ത വേണം, അവരെ ചെടികൾ നടണം. സംസ്ഥാന വേണം, അവരെ ചെടികൾ നടണം. ദക്ഷിണ വേണം, അവരെ ചെടികൾ നടണം. ഇവരെല്ലാരും ചെടികളുള്ള ഈ പൂന്തോട്ടത്തിന്റെ ചുറ്റുമതിലാണ് പാണക്കാട്ട തങ്ങളാകുന്ന ഈ വൻമതില്. ആ മതിലിന്റെ അവിടെ വന്നിട്ട് പോണോര് വൈക്കങ്ങനെ ഓരോ വരയരച്ച് പോയാൽ അവിടുത്തെ ഒരു കല്ലിളകും. ആ കല്ലിളകിയ മോഡി വന്നിട്ട് ഒരു ഉന്ത്, പിണറായി അതിന്റെ പിന്നിൽ വന്ന് വേറൊരു ഉന്ത്. അങ്ങനെ മതിലങ്ങ് പൊളിഞ്ഞാൽ നമുക്ക് ഒന്നായിട്ട് മുങ്ങ. ലീഗായിരിക്കും ഭരിക്കുക. അതാരെ സുഖിപ്പിക്കാനാ? ആരെ? ചാനലുകാര് പറയുന്നു ഇവിടുത്തെ ഹൈന്ദവരെ ഉന്നം വെച്ച. പക്ഷെ ഹൈന്ദവര് പൊട്ടന്മാരല്ല. എന്ത് വെള്ളാപ്പള്ളി സുകുമാരൻ നായർ കുലുങ്ങിയാലും അയ്യപ്പ സംഗമത്തില് നിങ്ങളെ ഏൽപ്പിച്ച ഭക്ഷണം കുപ്പയിൽ കൊണ്ടുപോയി കൊട്ടേണ്ടി വന്നു. എന്താ കാരണം? ഈ നാട്ടിലെ ഹൈന്ദവർ പ്രബുദ്ധരാ. ഈ നാടേതാ? ശ്രീ ശങ്കരന്റെ നാടാ, ശ്രീനാരായണ ഗുരുവിന്റെ ജന്മനാടാണ്. ഇവിടെ മാലിക് ദീനാറും അനുയായികളും കടന്നു വന്നപ്പോ അവർക്ക് കുടിക്കാൻ പാല് കൊടുത്ത ഹിന്ദു, അവർക്ക് കിടക്കാൻ പായ കൊടുത്ത ഹിന്ദു. അവരൊക്കെ എത്ര സ്നേഹത്തിലാ കഴിയുന്നത്. മങ്ങാട്ടച്ഛൻ എന്ന പേര് കേൾക്കുമ്പോ കുഞ്ഞായി മുസ്ലിയാരുടെ പേര് ഓർമ്മ വരുന്ന നാട്. കോന്തു നായർ, മമ്പുറം തങ്ങളുടെ പേര് കേൾക്കുമ്പോ കോന്തു നായരുടെ പേര് ഓർമ്മ വരുന്ന നാട്. ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രൻ, നിസ്കാര തഴമ്പുള്ള നിസാർ അഹമ്മദ്, കുരിശു ധരിച്ച കുര്യാക്കോസ്, എല്ലാം ഈ നാടിന്റെ മക്കൾ. ഒരേ ഞെട്ടിയിലെ പൂക്കൾ. ഓംകാര വിളികളും ഓശാന പാട്ടുകളും ഓത്തുപള്ളികളും നിറഞ്ഞ കേരളക്കര. അവിടെ കർക്കിടക മാസത്തിലെ രാമായണവും, ഡിസംബർ മാസത്തിലെ ബൈബിളും, റമദാൻ മാസത്തിലെ ഖുർആനും, അന്തരീക്ഷത്തിൽ മുഖരിതമാകുന്ന മണ്ണ്. ഇവിടെ ജാതിയും അതൊന്നും നോക്കിയിട്ടല്ല വോട്ട് ചെയ്യാ. ഗുരുവായൂരിൽ PKK ബാബ മത്സരിച്ചപ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണിച്ചിഹ്നം, ദൈവമേ ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞൊരു ഹൈന്ദവൻ നേർച്ച നേർന്നതായിരുന്നു. അതാണ് കേരളം. ഇപ്പൊ ഞമ്മക്ക് 2 MLA-മാരുണ്ട്. ആരാ? കാസർകോട്ടുന്ന് എന്നെ നെല്ലിക്കുന്ന് AKM അഷ്റഫ്, നേരത്തെ ചെർക്കളം CT അഹമ്മദ് അലി, പിന്നെ റദ്ദുച്ച അല്ലേ? ഇവര് മത്സരിക്കണ മണ്ഡലം ഞങ്ങൾക്ക് അറിയാം. കക്കാട്ട ജനങ്ങളോട് അറിയാം. അപ്പൊ കണ്ണൂരിൽ നിന്ന് പറയാണ് അവരെ മണ്ഡലത്തിന്റെ പ്രത്യേകത 65% ഹൈന്ദവരാ. 65%. ഞാൻ പറയണ അക്കം ഓർമ്മ വേണം. 65% ഹൈന്ദവര്. 100-ൽ ബാക്കി എത്ര? 35. അതിന് INL പോണം, PDP പോണം, സുഡാപ്പി പോണം, AP പോണം, സൂപ്പി പോണതൊക്കെ കീച്ച അവസാനം ആറ്റി കുറിക്കിയ എത്ര ഒരു പോങ്ങ കിട്ടൂല. ഇനി 35 ആള് ഒന്നാകെ വോട്ട് ചെയ്താലും ലീഗ് ജയിക്കൂല. കാരണം 65 ഇപ്പുറത്തുണ്ട്. അറിയണോ? അവിടെയാണ് പാണക്കാട്ട തങ്ങൾ കരിഞ്ഞരുളിയ കോണിയില് 10,000-ന്റെ ലീഡ്. ആരേറ്റ മത്സരം എന്നറിയോ? അരിവാളിനേറ്റല്ല, ഹിന്ദു ബെൽറ്റിൽ താമരയെ തോൽപ്പിച്ചാണ് മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികള് ഇപ്പോഴും നിയമസഭയിൽ. അപ്പൊ അവിടുത്തെ ഹിന്ദുവിനെ സമ്മതിക്കണ്ടേ? 65% ഹൈന്ദവര്. നമ്മൾ ഈ 35-14 അവിടെ വോട്ടെണ്ണുമ്പോ 10,000 ലീഡ്. എന്തിന്? ലീഗിന്റെ കോണിക്ക്. മുസ്ലിം നമ്മളെ ഈ പച്ചക്കൊടി
കേരളത്തിൽ പാറുന്നത് മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ പിന്തുണ കൊണ്ടൊന്നല്ല. ധാരാളം ആൾക്കാർ ഇപ്പോഴും ലീഗിനെതിരുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ പച്ച പതാകയോടുള്ള എതിർപ്പ് കൊണ്ട് പച്ചയില കറി വെച്ചത് വരെ കൂട്ടാത്ത ഒരു മുസ്ലിം സമുദായത്തിലുണ്ട്. അവിടെയാണ് ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന മട്ടിൽ മുസ്ലിം ലീഗിനെ പോറ്റുന്നത്. നമ്മൾ ഒരുപാട് പരീക്ഷിച്ചു, ആളെ മാറ്റി നോക്കി. തിരൂരങ്ങാടിയിൽ ക്രിസ്ത്യാനിയായ ആന്റണിയെ നിർത്തിയവരാ ഞങ്ങളെ കണ്ടു പഠിക്ക്. നിങ്ങൾ പൊന്നാനിയിൽ അഡ്വക്കേറ്റ് കൊളാടി ഗോവിന്ദൻകുട്ടി മേനോനെ നിർത്തിയിട്ട് ബനാത്ത് വാലക്കെതിരെ എഴുതിയ ചുമരെഴുത്ത് എന്താണെന്നറിയോ? ഹിന്ദു വോട്ട് ഹിന്ദുവിന്, ഹിന്ദു വോട്ട് ഹിന്ദുവിന്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, ഈ തെരഞ്ഞെടുപ്പ് കോഴിക്കോട് പോയിക്കണം ഞങ്ങള്. അവിടെ ഉണ്ട് ഒരു പോസ്റ്റർ, കരീം ക. ആരാത്? അമ്മായി തക്കാര. തെരഞ്ഞെടുപ്പ് കരീം ക, സഖാവ് എളമരം കരീം. അപ്പൊ എന്താ കരീമിനെ ക എന്ന് പറഞ്ഞാൽ കുറച്ച് വോട്ടിട്ടു. അതിന് ചെയ്തതാ കരീം ക. തിരുരങ്ങാടിയിൽ ഞങ്ങൾ ചെയ്ത പണി എന്താ അറിയാ? ബാബരി മസ്ജിദ് പൊളിച്ച സമയം, ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്ന സമയത്ത് എന്റെ പൊന്നുതങ്ങൾ, എന്റെ കരളിന്റെ കഷ്ണമായ ശിഹാബ് തങ്ങള് കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി ആലോചിച്ച് കേരളത്തിന് കരുണാകരൻ മാറിയിരിക്കുന്നു, ഇനി ആന്റണിയാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നു, ഒരു പുതിയ മണ്ഡലം കാണണല്ലോ. തങ്ങൾ പറഞ്ഞു നമുക്ക് കൊണ്ടുവിടുന്നാലോ, കാരണം അവിടെ ഒരു ഒഴിവുണ്ടായിരുന്നു. തിരൂരങ്ങാടിയിൽ നമ്മുടെ ആള് മരിച്ച സമയത്ത് അല്ലെ, ആ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു ഒഴിവുണ്ടായിരുന്നു. തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണ്. താങ്കൾ പറഞ്ഞു നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പരീക്ഷണം വേണ്ട, ഇവിടെ നിർത്താറ്. എഴുതി പിറ്റേ ദിവസം പത്രം, കുഞ്ഞാലിക്കുട്ടി പാണക്കാട്ട് തങ്ങളെ സോപ്പടിച്ച് കോൺഗ്രസിന് ഈ സീറ്റ് വിറ്റിരിക്കുന്നു, ലീഗിന്റെ സീറ്റ്. ടി കെ ഹംസ ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയ പോലെ ഇറങ്ങി. ടി കെ ഹംസ പറഞ്ഞു ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ, ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ എന്ന് പറഞ്ഞ എന്താ മലയാളം? മാപ്പിളാര് കൂടുതലുള്ളവർക്ക് അച്ചായനോന്ന്. ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ. ദേശാഭിമാനി എഴുതി കാത്തു സൂക്ഷിച്ച ലീഗിന്റെ മണ്ഡലം കാക്ക കൊത്തി പോകും. എന്താ ചിഹ്നം? കൈപ്പത്തി. അബ്ദുൽ നാസർ മഅദനി ഇറങ്ങി, പള്ളി പൊളിച്ച കൈപ്പത്തിയാണ് മക്കളെ. ആര്? അബ്ദുൽ നാസർ മഅദനി. അപ്പോ ഇയാളൊരു വക, ഹംസാക്കാണ്ടത് ഒരു വക. എന്നിട്ട് നിർത്തിയ എതിർ സ്ഥാനാർത്ഥിയോ എന്നെ കരീം, വേറൊരു കരീം ചരിത്രകാരൻ. എന്നിട്ട് പറഞ്ഞു മമ്പുറം തങ്ങളുടെ മണ്ണിലിതാ അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ഒരാൾ ഇടതുപക്ഷം പ്രചരണം നടത്തി. നമ്മള് ഇതുവരെ കോണിക്ക് വോട്ട് ചെയ്ത തള്ളാരക്ക് ഉമ്മമാർക്ക് ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ, അതും അബ്ദുൽ നാസർ മഅദനി പറയും ഏതാണ് കൈമക്കളെ? പള്ളി പൊളിച്ച കൈ. ആ സമയത്ത് കുടുംബയോഗം കഴിഞ്ഞ് വരുന്ന വല്യമ്മമാര് ഒട്ടുംപുറം കടപ്പുറത്തുനിന്ന് പരപ്പനങ്ങാടി ഇങ്ങനെ നടന്നു വരുമ്പോ ചാനലുകാർ അന്ന് പ്രസവിച്ചിട്ടില്ല, ഈ ഫിത്തനയുടെ ടവർ എവിടെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് മാതൃഭൂമി പത്രക്കാരൻ ഒരു കടലാസ് എടുത്ത് വന്നിട്ട് കുടുംബയോഗം കഴിഞ്ഞ് വരുന്ന കറുപ്പ് സൂപ്പെടുത്ത വെള്ളക്കാച്ചി എടുത്ത വല്യമ്മാനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, അല്ല വല്യമ്മ ഒരു സെക്കൻഡ്, ഈ ഇത്രയും കാലം ഈ ഏണിക്ക് കോണിക്ക് മാത്രം, എങ്ങനെ മോനെ, ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ ഈ കൈപ്പത്തിക്ക് ചെയ്യാ? നല്ല ചോദ്യം. ആ വല്യമ്മ നിലത്ത് കുനിഞ്ഞിട്ടൊരു കൊള്ളിക്കഷ്ണം, ഒരു മരക്കൊള്ളിയുടെ കഷ്ണം എടുത്തിട്ട് പറഞ്ഞ് മാതൃഭൂമിക്കാരനോട്, ഇടമോനെ ഇതാണ് ചിഹ്നം എന്ന് പാണക്കാട്ട കുട്ടിയോട് പറഞ്ഞാൽ വോട്ട് ഇതിമുണ്ടാവും, ചലക്കാതെ പോടാ. ആരോടാ പറഞ്ഞത്? പത്രക്കാരനോട്. അതാണ് ലീഗിന്റെ തള്ള. എന്നിട്ടേ ഞങ്ങളെ മക്കളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ MSFന്റെ കുട്ടികൾ ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CHന്റെ സർവകലാശാലയിൽ രാജകീയ പ്രൗഢിയോടുകൂടി MSFകാരി രാജാത്തിയായിരിക്കുന്നു. എവിടെയാ? അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കി വാണ ആ രാജപ്രതാപി എന്റെ പൊന്നു CHന്റെ സർവകലാശാലയിൽ MSFകാരി രാജാത്തിയായി മാറിയിരിക്കുന്നു.
നിങ്ങള് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ എന്ത് UDF എന്നാ ലീഗ് ഭരിക്കും. എന്താ ഞങ്ങള് നികുതി തരണുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റൂലേ? ഞങ്ങളെ CH ആഭ്യന്തരമന്ത്രി ആയതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ജാതി പറയാൻ എവിടെയും സമ്മതിച്ചില്ല. CH പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തപ്പോ ചേറ്റുവ പാലം നിർമ്മിക്കാൻ കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു എന്താ നിവേദനം. CH ചോദിച്ചു എന്താ പ്രത്യേകത? ഈ പാലം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം, ഇത് വന്നാൽ സമുദായത്തിന് വലിയ രക്ഷയാണ്. എന്റെ പൊന്നു CH പൊതുമരാമത്ത് മന്ത്രി CH പറഞ്ഞു മക്കളെ, സമുദായത്തിന് വമ്പിച്ച രക്ഷയുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന പാലം, സോറി, അത് ഈ പാലമല്ല, അത് സിറാത്ത് പാലമാണ് എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ച എന്റെ പൊന്നു CH. ജാതി പറയാതെ മതം പറയാതെ ഞങ്ങൾ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ഇപ്പൊ നിങ്ങൾ പറയാൻ ഞങ്ങൾ ഭരിച്ചല്ലപ്പോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഹിന്ദുക്കളെ ശ്രദ്ധിക്കണേ, ഏതായി ഭരണം എന്നറിയാ? ആരാ ഭരണറിയാ? BJP അല്ല, RSS അല്ല, മാർക്സിസ്റ്റ് പാർട്ടി പറയാ. കുഞ്ഞൂഞ്ഞും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള ഭരണം. കണ്ടോ അപകട? ഇപ്പൊ എന്താ പറഞ്ഞത്? അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള ഭരണം. നിങ്ങൾക്കറിയോ? ഈ വെള്ളാപ്പള്ളിക്കും ഈ നായർക്കും അറിയോ? ഇവിടെ ഒരു മുദ്രാവാക്യം ഉണ്ട് പഴയത്, ഞാൻ പാടട്ടെ. മന്നം പട്ടം ശങ്കർ ചാക്കോ, മന്നം പട്ടം ശങ്കർ ചാക്കോ, തങ്ങൾ ജിന്ദാബാദ്. പഴയ ആൾക്കാർക്കറിയാം. മന്നം പട്ടം ശങ്കർ ചാക്കോ, തങ്ങൾ ജിന്ദാബാദ്. മന്നത്ത് പത്മനാഭൻ, R ശങ്കർ, പട്ടം താണു പിള്ള, PT ചാക്കോ. അറബിക് ഈ രാജ്യത്ത് ഒരു കാലഘട്ടത്തിന്റെ കുത്തുബും വലിയുമായി ജീവിച്ച് ഇന്ന് പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയിൽ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ആ മുദ്രാവാക്യം കേരളത്തിന് മറക്കാൻ പറ്റുമോ? നിങ്ങൾ ഞങ്ങൾക്കാ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറയണേ? നിങ്ങളെ പേര് കണ്ടാൽ അറിയാം. ആഹാ, ദ്രാവിഡ മുന്നേറ്റ കഴകം, സ്റ്റാലിന്റെ പാർട്ടിയാ. ദ്രാവിഡന്മാരുടെ മുന്നേറ്റ, വർഗീയ. ജാർഖണ്ഡ് മുക്തി മോർച്ച, ജാർഖണ്ഡുകാരുടെ മുക്തിയാണ് അവരെ മുറാദ്. വർഗീയ എന്ന് പറയാൻ പറ്റുമോ? എന്താ കാരണം? ജാതിപ്പേര്. എന്നാ ചോദിക്കട്ടെ, ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ആര്? നമ്പൂതിരിപ്പാട്. വർഗീയാണോ? അല്ല. ജാതിപ്പേരിട്ടാൽ വർഗീയമാണെന്ന് ഞങ്ങൾ പറയൂല. ആ പേരിൽ മാത്രം നിങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ട്. പേരാണോ വർഗീയത തീരുമാനിക്കുന്നത്? ഒരിക്കലും അല്ല. പേരാണോ വർഗീയത തീരുമാനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ BJP വർഗീയല്ല. 3000 പള്ളിയുടെ ലിസ്റ്റാണ്. ബാബരി മസ്ജിദ് പൊളിച്ചു, ഇനി മധുര പള്ളി, മമ്പുറം പള്ളി ആ ലിസ്റ്റിലുണ്ട്. എന്താ BJPയുടെ പേര്? പ്രവൃത്തി മൊത്തം പോക്കാം. പേരെന്താ? ഭാരതീയ ജനതാ പാർട്ടി. ഭാരതത്തിലെ ജനങ്ങളെ പാർട്ടിയാണ്. പേരിൽ വർഗീയത ഉണ്ടോ? അല്ല. അതുകൊണ്ട് വർഗീയല്ല എന്ന് പറയൂല. RSS പേരിൽ എന്താ? രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. എന്താ മുദ്രാവാക്യം? മുസൽമാനോം കി ദോ ഹിംസ്ഥാൻ, പാകിസ്ഥാൻ യാ ഖബർസ്ഥാൻ. മുസൽമാന് 2 സ്ഥാനേ ഉള്ളൂ, ഒന്നുകിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബർസ്ഥാൻ. എന്താ പേര്? RSS. എന്താ ഫുൾ ഫോം? രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. രാഷ്ട്രത്തെ സ്വയം സേവിക്കാനായി ഇഖ്ലാസോടും തഖ്വയോടും കൂടി ഇറങ്ങിയ കൂട്ടക്കാർ. വർഗീയമല്ലെന്ന് പറയാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാവുക? പേരല്ല, പ്രവർത്തനാണ്. നിങ്ങൾ എത്ര പറഞ്ഞു? ഇസ്ലാമിക ശരീഅത്ത് കാലത്തിന്റെ കൂലം കുത്തിയൊഴുക്കിൽ ഒലിച്ചു പോകും. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് 2 പെണ്ണ് കെട്ടാൻ അള്ളാഹ് പറഞ്ഞാൽ ആ അള്ളാഹ് നമുക്ക് വേണ്ട. ഇസ്ലാമിക ശരീഅത്ത് മുസ്ലിം പെൺകുട്ടിയെ ലൈംഗിക വൃത്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാടൻ നിയമം. ആര്? അച്യുതാനന്ദൻ. എത്ര വേദനിപ്പിച്ചു! 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതക്കാർ ദേശീയ പാതയിലെ സമരം നടത്തിയ ഞങ്ങളോട് എന്തിനാ? അനിൽകുമാർ സഖാവ് പറയാണ്, മലപ്പുറത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ നേട്ടം മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടം മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള നേട്ടമാണ്. ഹിജാബ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സബ്ജക്റ്റാണ്. തട്ടം മാറ്റുവിൻ ചട്ടങ്ങളെ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പാട്ടുണ്ടായിരുന്നു, അത് മാറിയിപ്പോ. ഇപ്പൊ മാറ്റുവിൻ തട്ടങ്ങളെ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പുതിയ പാട്ട്. മുന്നണിക്ക് എടുക്കാൻ വരെ മതം പറഞ്ഞവരങ്ങള്. ഈ INL എത്ര കാലായി ഇടത് മുന്നണിക്ക് എടുത്തോ? INL ഉണ്ടാക്കി എത്ര കാലം നടന്നു?
കൊറോണ വരുന്നതിന്റെ മുമ്പ് 30 കൊല്ലം ക്വാറന്റൈനിലായിരുന്നു INL. ആ INLനെ ഈടക്കെടുത്താ എടുത്തത്. സേഠ് സാഹിബിന് എന്താ എടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോ അന്ന് നിങ്ങൾ ദേശാഭിമാനിയിൽ എഴുതിയത് സേഠ് ഇപ്പോഴും ശരീഅത്തിന്റെ ആളല്ലേ. അതാണ് ഒരു കുഴപ്പം. കേരള കോൺഗ്രസിന് എന്താ എടുക്കാത്തത്? അവർ പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളി പറയണം. നോക്കണേ, പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളി പറഞ്ഞാലേ ഇവരെടുക്കൂ. എന്നാ ഇവർക്ക് മതമുണ്ട്. എവിടെ? ഓല ആവശ്യത്തിന്. അതേതാ? ചന്ദ്രശേഖരനെ കൊല്ലണം. അപ്പോഴോ 10 റുപ്യക്ക് മാഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കർ പീടിയെന്ന് വാങ്ങാം. എന്നിട്ടോ ഇന്നോവം ഒട്ടിക്കുക. എന്നിട്ട് പറയാ മുസ്ലിം തീവ്രവാദികളാ കൊന്നത്. പിറ്റേ ദിവസത്തെ ദേശാഭിമാനി എഴുതിയത് എന്താ അറിയാ? വള്ളിക്കാട് ജുമാ മസ്ജിദിലെ ലൈറ്റ് പുലരുവോളം കത്തിയിരുന്നു. ഏതാ വള്ളിക്കാട് ജുമാ മസ്ജിദ്? TP ചന്ദ്രശേഖരന്റെ മഹലിന് ജുമായത്ത് പള്ളി. അപ്പൊ അവിടെ വെച്ചാണ് ഇത് ആസൂത്രണം ചെയ്തത്. നിങ്ങൾക്ക് പറ്റാത്ത ഒരാളെ നിങ്ങൾ എന്നെ കൊന്നിട്ട് അത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ഭീകരവാദികൾ, മുസ്ലിം ഭീകരവാദികൾ അതിന്റെ പിന്നിൽ. അതിന് തെളിവായിട്ട് മാഷാ അല്ലാ എന്നുള്ളൊരു സ്റ്റിക്കർ, മാഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കർ 10 റുപ്യ കൊടുത്തായാല് ഒരു ജാറത്തിന്റെ അടുത്ത് പോയാൽ കിട്ടും, കടയിൽ നിന്ന് പോയാൽ കിട്ടും. തീർന്നില്ല. വടകരയില് കാഫിർ എങ്ങനെ വരുന്നത്? ശൈലജ ടീച്ചർ ജയിക്കണം. ഷാഫി പാലക്കാട് നിന്ന് കണ്ടുപോന്നു. അപ്പൊ ഷാഫി വടകരയിൽ വന്നപ്പോ നല്ല ട്രെൻഡായി. ജനങ്ങൾ ഇങ്ങനെ കൂലം കുത്തി ഒഴുകുക. നല്ലൊരു ചെറുപ്പക്കാരൻ. എങ്ങനെ ഇവനെ തടയിടുക? അവനെന്തെങ്കിലും ഒരു ഐക്കല്ല് കെട്ടണ്ടേ? അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധിയുടെ മൂശയിൽ മെനഞ്ഞെടുത്തു. എന്തെന്നറിയാ? ഈ ഷാഫി ഇറക്കണമാതിരി നമ്മള് നോട്ടീസ് ഇറക്കുക. എന്ത്? എതിരാളി വേറെ ആളാണ്, കാഫിർ. ഇപ്പുറത്തുള്ള ആൾ 5 വക്ത് നിസ്കരിക്കുന്നവനാണ്. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യാ? മുസ്ലിം വീടുകളിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞ് UDF എന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ആളെ കെയർ ഓഫിൽ നമ്മളൊന്ന് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതങ്ങോട്ട് വിടാ. എന്നിട്ടോ അത് വിട്ട് കഴിഞ്ഞാല് ഇതെങ്ങനാലും നമ്മൾ ഇറക്കൂലെന്ന് ഉറപ്പിക്കും. പക്ഷേ പൊട്ടന്മാരങ്ങള് ഇത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇട്ടാ എന്താണെന്നറിയാം? ആദ്യം ഇട്ടവനെ നമ്മളെ പെരയത്തെ 5 വയസ്സായ പൈതലിന് ആ കേസാണ്ട് ഏൽപ്പിച്ചാൽ മതി. അതിങ്ങനെ അടിച്ചിട്ട് എടുത്തു തരും. ഇത് എവിടുന്നാ ഫോർവേഡ് ചെയ്ത് കിട്ടും. അപ്പൊ ഈ കത്ത് എവിടുന്ന് ഇറക്കി? നമ്മളിറക്കും. അത് നിങ്ങൾ ബുദ്ധിയുള്ള കക്കാട്ടേര് പറയും. ഇയാള് 5 വക്ത് നിസ്കരിക്കണ മുസൽമാനാണ്, മറ്റേത് കാഫിറ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ കുറ്റം പറയുന്ന നോട്ടീസ് നമ്മളെ ഇറക്കിയാൽ വടകരയിലെ ഹിന്ദു ഷാഫിക്കെതിരാവും. ആ പണി നമ്മൾ എടുക്കോ? വോട്ടിന്റെ സമയത്ത് പരമാവധി കൊണ്ട് പോയരട്ടെ എന്നല്ലേ കരുതുക. ആരാ നോട്ടീസ് ഇറക്കുക? നമ്മളിറക്കിയില്ല. പക്ഷെ എന്തായിന്നറിയോ? നമ്മൾ അറിഞ്ഞ് ഇതിന്റെ പിന്നിൽ ആരായാലും വേണ്ടില്ല കണ്ടെത്തണം. അപ്പോ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു ഇതിന്റെ പിന്നിൽ ലീഗാ. പറഞ്ഞത് ശരി തന്നെയായിരുന്നു. ഇതിന്റെ പിന്നിൽ ലീഗ് തന്നെയായിരുന്നു, മുന്നിൽ ഇവരെന്നെയായിരുന്നു. കണ്ടു പോയി. ഇവരുടെ റെഡ് വളണ്ടിയർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് പരിശോധിച്ചു. ഇപ്പതാ അതിന്റെ വക്കത്തെത്തി നിൽക്കുക. നമ്മളൊരു യൂത്ത് ലീഗുകാരനെ നാദാപുരത്തെ ചെക്കനെ പേടിപ്പിച്ചു. ബനാദ് വിട്ടത് ഓൻ പറഞ്ഞു 10 ലക്ഷം റുപ്യരാ. യൂത്ത് ലീഗ് പറഞ്ഞു നിങ്ങൾക്ക് പൈസക്ക് വലിയ ആവശ്യമുള്ള പാർട്ടിയാണല്ലോ, കാരണം വയനാട്ടെ ഫണ്ട് വരെ നിങ്ങളെ കയ്യിലാണ്. ഇപ്പൊ ജനങ്ങൾ കൊടുത്തില്ല. ബിരിയാണി ചാലഞ്ച് നിങ്ങൾ മുണങ്ങിക്കണം. അങ്ങക്ക് ഒരു 10 ലക്ഷം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പറഞ്ഞു ദാ പിടിച്ചോ 10 ലക്ഷം ഞങ്ങളാന്ന് തെളിയിച്ചാൽ അപ്പൊ 2 കാര്യം കിട്ടും നിങ്ങൾക്ക്. ഒരു വെടിക്ക് 2 പക്ഷിയാ. ഒരു ലീഗുകാരനെ കൊടുക്കും ചെയ്യാ, 10 റുപ്യ ലാഭമാണ് നിങ്ങൾക്ക്. നിങ്ങളെ പണിയെടുത്തോ? ഇല്ല. ഇതുവരെ കിട്ടിക്കണം? ഇല്ല. നമ്മളെ പോലീസോ പോവും, ഇങ്ങനെ പോവും, ആളെ എടുത്തെത്തിയാൽ കണ്ടു പോരും. അതെന്താ? ലീഗാണ് കണ്ട് പിടിച്ചൂടെ? പിടിക്കൂല. എന്താ കാരണം അറിയോ? പിടിച്ചാ ആരാത് അറിയും. നിങ്ങളെടുത്ത പണി ചെറിയ പണിയാണോ? പക്ഷെ അവിടെ ഉണ്ടായത് എന്താ അറിയോ? അങ്ങനെ ഒരു നോട്ടീസ് ഇറക്കിയത് നിങ്ങളാന്ന് വടകരക്കാർക്കാണ്ട് ഉറപ്പായി. അപ്പൊ എന്ത് ചെയ്തറിയോ? പാരമ്പര്യമായി അരിവാളിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ് ഇങ്ങനെ ഇപ്പൊ നമുക്ക് ജയിക്കണ്ട, ഈ പണിയാണ് നമ്മളെ പാർട്ടി ഇപ്പൊ എടുക്കണെന്ന് വെച്ചാല് ഈ കൊല്ലം നമ്മൾ കെടുക്കട്ടെ കൈപ്പത്തിക്ക് പറഞ്ഞിട്ട് കുത്തി. ആര്? പാരമ്പര്യമുള്ള മുത്തലക്കായ സഖാക്കള് മുഴുവൻ കുത്തി. ഇപ്പൊ നിങ്ങൾക്ക് പണി 2 പണിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് 2 പണിയാണ്. കാഫിറിന്റെ വാപ്പാനെയും പിടിക്കണം, മുനാഫിക്കിന്റെ മക്കളെയും പിടിക്കണം. നിങ്ങൾക്ക് 2 പണിയാണ്.
നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്ന ഉറപ്പാണ്. പോലീസ് അത്ര മോശമല്ലട്ടാ. നിങ്ങൾക്ക് രസം കേൾക്കണം. മലപ്പുറം ജില്ലയിൽ ഒരു ചെക്കനെ പിടിച്ചു പോലീസ്. സോഷ്യൽ മീഡിയയിൽ ഒരു പിക്ചർ ഇട്ടാൽ ആരാണത് പോസ്റ്റ് ചെയ്തതെന്ന് വേഗം കണ്ടെത്താം. പിടിച്ചത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഈ കാറ്റും മഴ നടക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സീതി സായി പോളിടെക്നിക് കോളേജിൽ കുട്ടികളൊക്കെ കുറവ്. എന്താ കാരണം എന്നറിയോ? സ്റ്റാഫിലും കുറെ ആള് വന്നിട്ടില്ല. ഞാൻ വിളിച്ചു, എന്തെന്ന് ഈ വാട്സപ്പിൽ നോക്കാതെ വരിക, ഇന്ന് കോളേജില്ല. അപ്പൊ ഞാൻ അപ്പുറത്ത് നോക്കുമ്പോ ബോയ്സ് ഹൈസ്കൂളില്ല, തൊട്ടടുത്ത് സ്ഥാപനമൊന്നുമില്ല. അപ്പൊ ഞാൻ പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞു ഇവിടെ ഇന്നില്ല. ആരാ അവധി പ്രഖ്യാപിച്ചു? നമ്മളെ കലക്ടർ. നോക്കുമ്പോഴോ വിളി വന്നു, DDയുടെ ഓഫീസിൽ നിന്ന് വിളി വന്ന്, ടെക്നിക്കൽ ഓഫീസിൽ നിന്ന് വിളി വന്നപ്പോ കലക്ടർ അങ്ങനെ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ എന്താ അറിയോ? +2 പഠിക്കണ ഒരു ചെറുപ്പക്കാരൻ കുട്ടി, തിരുനാവായ പഞ്ചായത്തുകാരൻ, ഓൻ ഒരു ദിവസം കലക്ടറായി. ഓനക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാ. അപ്പൊ ഓന് ഒരു പോസ്റ്റർ ഉണ്ടാക്കി. എന്ത്? കടുത്ത കാലവർഷക്കെടുതി കാരണം മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കുന്നതാണ്. ഓന്റെ വക ഒരു അവധി കിട്ടാൻ കാത്തിക്കാ കുട്ടികൾ. ഇപ്പൊ എന്റെ മോനൊക്കെ രാവിലെ പേസ്റ്റ് ചെയ്തിട്ട് വരുമ്പോ ചോദിക്കും, നമ്മളെ കലക്ടർ എന്തെങ്കിലും പറഞ്ഞിരിക്കണോ? ഇല്ല, നമ്മളെ കലക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ കോട്ടയത്തെ കലക്ടർ അവധി പറഞ്ഞില്ല. ആ കോട്ടയത്തെ കലക്ടർ അവധി പറയും. ഇടുക്കിയിലെ കലക്ടറും പറഞ്ഞു. അതും ശരി തന്നെ. എന്താ നമ്മള് മലപ്പുറത്തെ കലക്ടർ പറയാത്ത? ഞാൻ എന്റെ ചെക്കനോട് പറഞ്ഞു, മലപ്പുറത്തെ കലക്ടർ താമസിക്കുന്നത് മോനെ കോട്ടക്കുന്നിന്റെ മേലെയാണ്. അങ്ങോട്ട് വെള്ളം കയറണമെങ്കിൽ ഞാനും ഇയൊക്കെ മുങ്ങണം. അപ്പൊ അമ്മക്ക് ലീവ് അയക്കാറ്. അപ്പോഴും കലക്ടർക്ക് അവധിയില്ല. അതുകൊണ്ട് എന്റെ കുട്ടിയെ അപ്പൊ ചെക്കൻ ചോദിക്കാം, സമസ്ത എന്തെങ്കിലും പറഞ്ഞു മദ്രസയിൽ പോകാതിരിക്കാൻ? കുട്ടികൾക്കൊരു ലീവ് ഇട്ടാൻ കാത്തിക്കാണ്. അത് ഞാൻ പ്രസംഗിക്കലുണ്ട്. പണ്ട് ഖിയാമത്ത് നാളിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞു, ദീനിയാത്തിലെ 5ാമത്തെ പാഠാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അവസാന നാൾ കൊണ്ട് വിശ്വസിക്കല്. എല്ലാവരും പുസ്തകം പൂട്ടിയേക്കുക. ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം മക്കളെ. ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതും. കുട്ടികൾ പറഞ്ഞു അങ്ങനെ ഉണ്ടാവും. അന്ന് ആകാശം പൊട്ടിക്കീറും. ആകാശം പൊട്ടിക്കീറും, നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും. കുട്ടികൾ ആകാന്തപ്പെട്ടു. ഉസ്താദ് പറഞ്ഞു, പർവ്വതങ്ങൾ ഛിന്ന ഭിന്നമാകും. ബേജാറാകാൻ ഒരിക്കലും പോകണം. പിന്നെ ഉസ്താദ് പറഞ്ഞു, കടല് ആളിക്കത്തും. ചക്കന്മാരൊക്കെ നെറൂലല്ലാത്തൊരു നൃത്തം. കടല് ആളിക്കത്തും. ഉസ്താദ് പറഞ്ഞു, അന്ന് അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നിലെ ബെഞ്ചിൽ നിന്ന് ഒരു ചെക്കൻ ചോദിക്കാണ്, അന്ന് മദ്രസ ഉണ്ടാവുക? ഓനെ സദർ ഉസ്താദ് മരിച്ചിട്ടാണ് ഒന്ന് ലീവ് എടുക്കാൻ വെച്ചിട്ട് കാത്തു. മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കാരനായ ഒരു കുട്ടി, +2 പഠിക്കണ ചെക്കൻ, സ്കൂൾ പോകാൻ മടിയായിട്ട് കലക്ടറായിട്ട് സ്വയം ഒരു അവധി പ്രഖ്യാപിച്ചിട്ട് വാട്സപ്പിൽ ഇട്ടപ്പോ ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ കോളേജിൽ ആബ്സെന്റ് ആയപ്പോ ജില്ലാ കലക്ടറുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ട അവനെ കേരള പോലീസ് പിടിച്ചെങ്കിൽ എന്താണ് വടകരയിലെ കാഫിറിന്റെ ബാപ്പാനെ പിടിച്ചാത്ത്? ഞങ്ങള് ചോദ്യതാണ്. ആ +2 ചേക്കനെ പിടിച്ചങ്ങള് ഇപ്പൊ പിണറായി വിജയന് ഇപ്പൊ ഒരു ഫോൺ വിളി ഉണ്ട്. CM വിത്ത് മീ. CM എന്റെ കൂടെയാണ്. CM ആരെ കൂടെ? വെള്ളാപ്പള്ളിയുടെ കൂടെയാണ്. നമുക്ക് അറിയായിട്ടാണ്. ഇത് വെള്ളാപ്പള്ളി പറഞ്ഞു കൊടുത്ത മുദ്രാവാക്യാണ്. മൂപ്പരെ കൂടെയാണ്. ഇപ്പൊ മൂപ്പരെ കൂടെയാണ്. വെള്ളാപ്പള്ളി എന്താ പറഞ്ഞ അറിയാം? പിണറായി വിജയൻ നല്ലൊരു ഭക്തനാണ്. ഈ പിണറായി പറയാൻ മലയിൽ കയറിയിട്ട് ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത്. ഈ ജമ്മത്തിൽ പള്ളിക്കൊക്കെ വരാത്ത ആൾക്കൊക്കെ തെക്കുവ ഉണ്ടാവുക. ഇത് ആരോടെ ഈ പറയുന്നത്? ഇയാൾ നല്ലൊരു ഭക്തനാണ്. ആരെ ഭക്തൻ? പിണറായി നല്ലൊരു ഭക്തനാ. ആരെ ഭക്തൻ? വെള്ളാപ്പള്ളിയുടെ ഭക്തൻ. വെള്ളാപ്പള്ളിയോ? പിണറായിയുടെ ഭക്തൻ. സുകുമാരൻ നായർക്ക് ഒരു തട്ടുമുട്ട് തീരാണ്ട്. ആ കേസ് ഞാൻ പറയണോ? വെള്ളാപ്പള്ളിക്ക് ഒരു തട്ടുമുട്ട് തീരാണ്ട്. അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് 2 കേസും. ഞാൻ പറയണോ? പിണറായിക്ക് ഒരു തട്ടുമുട്ട് തീരാണ്ട്. ലാവ്ലിംഗ് കേസ്. ഈ തട്ടുമുട്ട് തീരാണ്ടായതുകൊണ്ട് ഇയാള് മോഡിനെയും വിടൂല, ഇവർ രണ്ടാളും ഇയാളെയും വിടൂല, പിണറായിനെ. പക്ഷെ ഉണ്ടല്ലോ ഗതിയൊക്കെ മാറും. മാർച്ചിസ്റ്റേരത സമ്മേളനങ്ങളായ സമ്മേളനം ബഹിഷ്കരിക്കുക. അവരെല്ലായിടത്തും വന്നിട്ട് പറയാണ്, ഇത് വേണ്ട, ഈ പാർട്ടിയുടെ ഈ പോക്കിനോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിപ്പില്ല എന്ന് പറയാണ്. നിങ്ങൾ അറിയണം, ഒരു യോജിപ്പില്ല.
പാർട്ടിയുടെ ഈ പോക്ക് ഞങ്ങൾ പിടിച്ചു കെട്ടും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ, ഇവര് പാലക്കാട് വന്നപ്പോ ചെയ്ത പണി, സന്ദീപ് വാര്യർ പാവം വെറുപ്പിന്റെ കമ്പോളത്ത് നിന്ന് സ്നേഹത്തിന്റെ കട തുറന്നപ്പോ കണ്ടുവരിക. അയാളെ വീട്ടിൽ ഇങ്ങനെ ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതുവഴി ആദ്യം ലൈൻ അടിച്ചു പോയത് അറിയാം, ഗോവിന്ദ മാഷ് ലൈൻ അടിച്ചു ചെന്ന് കുട്ടിനെ കണ്ടല്ല പറ്റി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാനൊരു പമ്പൂർന്നാളെ കണ്ട് ക്രിസ്റ്റൽ ക്ലിയർ. അങ്ങനെ മൂപ്പര് പറഞ്ഞു, ക്രിസ്റ്റൽ ക്ലിയർ, ഞാൻ നല്ലൊരു മുതലിനെ കണ്ട്. ഒരു കല്യാണം ആലോചിക്കുമ്പോ പെൺകുട്ടിയുടെ കുടുംബം മറ്റേ തറവാടും അന്വേഷിക്കും. ഗോവിന്ദ മാഷ് എന്ന പുതിയാപ്പഴയുടെ തറവാട് സന്ദീപ് വാര്യരുടെ കുടുംബം അന്വേഷിച്ചപ്പോ മഹാവടക്കാന്നറിഞ്ഞു. കാരണം ഞാൻ ഇതിന്ന് വെറുത്തിട്ടാണ് പോരുന്നത്, ഞാൻ അതിനേക്കായും വലിയ ചൊറ വേണ്ടല്ലോ. നമ്മൾ ഈ വീതനം വന്ന് ചൂടായിട്ട് അടുപ്പിലേക്ക് ചാടുക അറിയല്ലോ, അത് വേണ്ട. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ശരിയല്ല. കോൺഗ്രസ് പോയി അദ്ദേഹം. അപ്പൊ ഗോവിന്ദ മാഷ് പറഞ്ഞു, ഓള് പോക്കാണേ, മോശാണേ. അങ്ങനെയാണ് അവനാന്റെ കല്യാണം മുടങ്ങിയാ പറയാ. എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തെന്താ അറിയാം, മുസ്ലിം സമുദായത്തിലെ 2 പത്രങ്ങളിൽ ഈ പരസ്യം കൊടുത്തു. ദേശാഭിമാനി കൊടുക്കാത്ത പരസ്യം ഇതിൽ കൊടുത്തു. എന്നിട്ട് കൊടുത്തിട്ട് എന്താ ചെയ്തത്, അവിടെ കൊടുത്തിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്ത പണി എന്താണെന്നറിയാം, ഇയാളുടെ പഴയ ചിത്രങ്ങളൊക്കെ എടുത്തിട്ട്. പക്ഷെ സന്ദീപ് വാര്യർ പറഞ്ഞു, നിങ്ങൾ ഖലീഫ ഉമറിനെ പഠിച്ചിട്ടില്ല. നോക്കണം, ഖലീഫ ഉമറിനെ പറ്റിയിട്ട് സന്ദീപ് വാര്യരുടെ അടുത്തുനിന്നൊക്കെ കിതാബ് ഓതേണ്ട ഗതികേട് ഞമ്മക്ക് വരികയായിരുന്നെങ്കിൽ വലിയ സങ്കടം. മുസ്ലിം സമുദായത്തിലെ 2 പത്രങ്ങളിൽ മാത്രം പരസ്യം. എന്താ കാരണം, അവിടെ BJPയോ രാഹുൽ മാങ്കൂട്ടത്തിലോ എന്നുള്ളതാ നൃത്തം. രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നിൽ പോയാൽ BJP ജയിക്കും. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി അരിവാളിൽ ഒരാളെ നിർത്തിയില്ല. ഒരു പഴയ കോൺഗ്രസ്സുകാരനെ സ്റ്റെതസ്കോപ്പിൽ നിർത്തി. മുസ്ലിം സമുദായത്തിന്റെ പത്രത്തിൽ ഇത് കൊടുത്താൽ എന്താ ഉണ്ടാവുക, അവര് മാറി ചിന്തിക്കും. ആകെ ഈ ഷാഫി പറമ്പലിന് കുറച്ച് വോട്ട് കിട്ടിയ സ്ഥലം ഏതാ, പിരായിരി പഞ്ചായത്ത്. അതാരാ ഭരിക്കുന്നത്, ലീഗും കോൺഗ്രസും. അവിടെ നല്ല സ്വാധീനം മുസ്ലിം സമുദായത്തിന്, ന്യൂനപക്ഷത്തിന്. അവിടെ ഈ പത്രാണ്ട് കൊണ്ടിട്ട് നമ്മളാൾക്കാര് തിരിഞ്ഞാൽ എന്താ ഉണ്ടാവുക. ഇപ്പൊ കണ്ടോ, സുകുമാരൻ നായർ പറഞ്ഞോടത്തല്ല കേരളത്തിലെ നായന്മാര്, വെള്ളാപ്പള്ളി പറയുന്നോടത്തല്ല കേരളത്തിലെ ഈഴവന്മാര്. ഇനി നമ്മളെ കൂട്ടത്തിൽ എന്താ വേണ്ടതെന്ന് അറിയോ, ഈ പിണറായി വിജയന്റെ മധുവൊന്ന് നിർത്തിയാല് നമ്മളും രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നമ്മക്കും മുങ്ങാം. നമ്മൾ വിചാരിക്കണ പോലെയല്ല. അപ്പൊ നമ്മളെ അവതാരത്തിലാക്കി JCB കൊടുന്ന് പൊളിക്കുക മദ്രസ്. ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉച്ചരിക്കാൻ ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ പോകുമ്പോ നമ്മളിപ്പോ തമ്മിൽ തർക്കം കൂടി പോകരുത്. കാരണം എന്താ അറിയോ, നമ്മൾ പണ്ടുണ്ടായ ഒരാളെ ഒരു ബസ്സിൽ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുക, 100 ആൾക്കാരെ ബസ്സിൽ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുക. എത്ര ആൾക്കാരെ, 100 ആളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ ബസ്സിൽ പൊരിഞ്ഞ അടി എന്തിനാ അറിയോ, സൈഡിലെ സീറ്റിലിരിക്കാനേ. എന്ത് സൈഡോടോ, പിന്നെ 2 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഒന്നാകെ മജത്താൻ പോവുക. അപ്പൊ പിന്നെ എന്ത് സൈഡാണ് അവിടെ. ഇവിടെ നമ്മൾ സുന്നിയായും മുജാഹിദായും, സുന്നി ഗ്രൂപ്പായും മുജാഹിദ് ഗ്രൂപ്പായും തമ്മിൽ തർക്കിച്ചാൽ നമ്മളെ കൊട്ടി തൊള്ളയിലിടാൻ CPM-നും BJP-ക്കും വളരെ എളുപ്പമാണ്. പാദസാം നിജയം വാർന്നൊലിഞ്ഞിടവും സേതു ബന്ധന ഉദ്യോഗമെന്തടോ. വെള്ളം മുഴുവൻ വാർന്നു പോയ ശേഷം പിന്നെ ചിറകെട്ടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല മക്കളെ. സുന്നി വേണം, സുന്നിയുടെ ചെടികളും നടണം. മുജാഹിദ് വേണം, അവരെ ചെടികൾ നടണം. സമസ്ത വേണം, അവരെ ചെടികൾ നടണം. സംസ്ഥാന വേണം, അവരെ ചെടികൾ നടണം. ദക്ഷിണ വേണം, അവരെ ചെടികൾ നടണം. ഇവരെല്ലാരും ചെടികളുള്ള ഈ പൂന്തോട്ടത്തിന്റെ ചുറ്റുമതിലാണ് പാണക്കാട്ട തങ്ങളാകുന്ന ഈ വൻമതില്. ആ മതിലിന്റെ അവിടെ വന്നിട്ട് പോണോര് വൈക്കങ്ങനെ ഓരോ വരയരച്ച് പോയാൽ അവിടുത്തെ ഒരു കല്ലിളകും. ആ കല്ലിളകിയ മോഡി വന്നിട്ട് ഒരു ഉന്ത്, പിണറായി അതിന്റെ പിന്നിൽ വന്ന് വേറൊരു ഉന്ത്. അങ്ങനെ മതിലങ്ങ് പൊളിഞ്ഞാൽ നമുക്ക് ഒന്നായിട്ട് മുങ്ങ. ആർക്കായിട്ടും ഒരു സുഖം ഉണ്ടാവില്ല. എല്ലാവരും ഉണർന്ന് ചിന്തിക്കണം.